അങ്ങനെ നമ്മുടെ പർപ്പിൾ ചേച്ചിയുടെ ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഇന്റർവ്യൂവിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതും കൂടിയായി. ആളെ മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമിൽ 30,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഇല്ലേ, ക്ലീവേജും വയറും ഒക്കെ കാണിച്ച് മാസം 1 കോടിക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കിയിരുന്ന ചേച്ചി ഒരു അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോയി. ഇപ്പൊ പുതിയ അക്കൗണ്ടിലാണ് ചേച്ചിയുടെ കളികൾ. പ്രതീക്ഷിച്ച കാര്യമല്ല. അതായത് ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് ഞാൻ പ്ലാൻഡ് ആയിട്ട് വന്നൊരു സംഭവമല്ല. അതാ നിന്റെ വിഷമം. ഇപ്പോൾ അത്യാവശ്യം റീച്ചുള്ള ഒരു അക്കൗണ്ടിൽ മോണിറ്റൈസേഷൻ വരും, അതിന്റെ ഫീച്ചർ മെറ്റ കൊടുക്കും. അപ്പൊ ഞാനും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചോണ്ട് ഒരു വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് അതിപ്പോ ചേച്ചി പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് നഗ്നതാ പ്രദർശനം നടത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയത്. ചേച്ചിയെ പോലുള്ള ആളുകൾ അത് അങ്ങനെ ആക്കി മാറ്റി എന്താണ് ചെയ്ത്. ഇപ്പോൾ സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഒരുപാട് മീംസും ഫണ്ണും കോമഡിയൊക്കെ ഞാൻ കണ്ടു. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ, ഇപ്പം നമ്മുടെ ജിമ്മൻ ചേട്ടന്മാർ തന്നെ, ജിം റാറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാര് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ അവർ ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ? വിളിച്ചിരുന്ന് പറയുന്ന പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലാക്കി പണം ഉണ്ടാക്കാൻ വേണ്ടി തന്റെ ശരീരം കാണിക്കുന്നതിനെയും ഒരേ തുലാസിൽ വെച്ച് അളക്കം കാണിച്ച ചേച്ചിയുടെ ആ മനസ്സ് നിങ്ങൾ ആരും കാണാണ്ട് പോകുന്നു. അതല്ല ഉദ്ദേശം. ഒരു ജിമ്മായിട്ടൊരു ഫിസിക്ക് വേണം അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ ശരീരം അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടത്. എന്നിട്ട് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അയിഞ്ഞാട് നടക്കുന്നതിനൊക്കെ ഇപ്പൊ കോൺഫിഡൻസ് എന്നാണോ പറയാറ്? കൊള്ളാലോ, നല്ല ഫാഷൻ പേരൊക്കെ കിട്ടിയിരിക്കണല്ലോ. എന്നെ കുത്തിയതല്ലല്ലോ. അതവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അതിനെ നമ്മൾ മാനിക്കണം. ഓരോ വ്യക്തികൾക്കും അവർക്ക് പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ശരി, ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, സമ്മതിച്ചു. പക്ഷെ ചില ഞരമ്പന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലാക്കാൻ വേണ്ടി മാത്രം അയച്ചിട്ട് നടക്കുന്നതിനെ പേഴ്സണൽ ചോയ്സ് എന്നും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് വിളിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അതെനിക്കിഷ്ടമില്ല. ഞാൻ നിങ്ങൾക്ക് നീതി കിട്ടും, നിങ്ങൾ പോവാണ്ടിരിക്കരുത്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ പെട്ടെന്നാവും. അത് ഓരോ കേസിന്റെ ഇതനുസരിച്ചിരിക്കും അതിന്റെ ആ ഒരു ഇത്. അപ്പോ എനിക്കത് പെട്ടെന്ന് കിട്ടി. ഞാൻ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കുകയും ചെയ്യും. അന്നേ എനിക്കൊരു ഡൗട്ട് തോന്നിയ ഒരു കാര്യം, ഒരു ഡീഫമേഷൻ കേസ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പോലീസ് പ്രതിയെ പിടിച്ചത്? നമ്മളൊക്കെ കേസ് കൊടുത്താൽ പിന്നെ ഈ നൂറ്റാണ്ടിലൊന്നും അതിനെ കുറിച്ച് യാതൊരു വിവരം ഉണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ചേച്ചി കേസ് കൊടുത്ത് പിറ്റേന്ന് തന്നെ പോലീസ് അവനെ പൊക്കുന്നു. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. ചേച്ചിക്ക് ഇത്ര പെട്ടെന്ന് നീതി കിട്ടിയതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്വാധീനം അല്ലാതെ എന്ത്. ഇപ്പൊ ചേച്ചി ഉപയോഗിച്ചല്ലോ ഒരു പട്ടാളക്കാരന്റെ ID കാർഡ്. അതേ പട്ടാളക്കാരൻ തന്നെ ആയിരിക്കണം ഈ കേസ് പെട്ടെന്ന് തീർപ്പാക്കാൻ വേണ്ടി ചേച്ചിയെ സഹായിച്ചത്. ഞാൻ തോറ്റു. ഷാജി ഏട്ടാ, ഇവളെങ്ങ് പട്ടാളക്കാരൻ മാത്രമാവില്ല, ചേച്ചിന്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ വേറെയും പല വിധത്തിലും ചേച്ചിക്ക് പിടിപാടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി.